ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റിന്റെ അനാലിസിസ് സമയത്ത് നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ക്ലോസിംഗ് വന്നു കഴിഞ്ഞാൽ മേലേക്ക് പ്ലാൻ ചെയ്യാം, അതല്ലെങ്കിൽ താഴേക്ക് ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ട്രേഡ് ചെയ്യാന്നുള്ളതായിരുന്നു. ഈ ഒരു ഏരിയ നിങ്ങൾ നോക്കിയാൽ മതി. സപ്പോർട്ടിൽ വന്നു, ഷാർപ്പ് റിവേഴ്സൽ, അതിനുശേഷം ഒരു കണ്ടിന്യൂഷൻ കിട്ടാതെ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്തു, അതിലേറെ സ്പീഡിൽ സെൽ ഓഫ് വന്നു എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് ചെയ്തു, കൺസോൾട്ടേറ്റ് ചെയ്തു. ആ ഒരു കൺസോൾട്ടേഷന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, റിവേഴ്സൽ വന്നു. വീണ്ടും ഇന്നലത്തെ ഒരു കൺസോൾട്ടേഷൻ ഏരിയ വന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഷാർപ്പ് സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഷേക്ക് ഔട്ട് കണ്ട സമയത്ത് തന്നെ നമ്മൾ ട്രേഡിൽ നിന്ന് ഒഴിവായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇത്രയും വലിയൊരു വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ട്രേഡിൽ നമ്മൾ എന്ത് ചെയ്തു, നിർത്തി ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ ശേഷമാണ് മാർക്കറ്റിൽ ഉച്ചയ്ക്ക് ശേഷം ഈ സെൽ ഓഫ് വന്നത്. എല്ലാ ആഴ്ചകളിലാണെങ്കിലും ശരിക്കും ഏത് ദിവസമാണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം 12ക്ക് ശേഷം ഏത് സൈഡിലേക്കാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ആ സൈഡിലേക്കുള്ള ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴും കൂടുതലാണ്. ഇന്നും അത് തന്നെയാണ് ചെയ്തത്. സെൻസെക്സിൻ്റെ എക്സ്പയറിയുടെ ആയിരുന്നു, നന്നായിട്ട് പ്രീമിയം പമ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന പുട്ട് സൈഡിലേക്ക്. ഒരു സമയത്ത് പ്രീമിയം പമ്പ് ചെയ്യാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നാൽ പോലും പിന്നീട് പ്രീമിയം പമ്പിങ് ഉണ്ടായിരുന്നു. ഇനി നാളെ മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ് പ്ലാൻ. കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസമായിട്ട് ഒരു ക്യാപ് ഡൗൺ ഓപ്പണിങ്, അത് കഴിഞ്ഞ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ എന്നുള്ള ഒരു സിനാരിയോ ആണ് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആണെങ്കിലും ഇപ്പുറത്താണെങ്കിലും ഒക്കെ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാക്കിയ 10-12 ദിവസം കൊണ്ട് കയറിയ മാർക്കറ്റ് ഒരു 4-5 ദിവസം കൊണ്ട് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും നാളെ ഒരു ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ ഒരു സൈഡ് വൈസ് മാർക്കറ്റിലെ സാധ്യത കൂടുതലാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നാളെയും ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ വീണ്ടും ഈ ട്രെൻഡ് കണ്ടിന്യൂ ഉള്ള സാധ്യത കൂടുതലാണ്. വലിയ ഗ്യാപ്പ് ഡൗൺ, അതായത് 23,260 അടുത്താണെങ്കിൽ ഫസ്റ്റ് ഒരു ഫുൾ ബാക്കിന് ശേഷം ആയിരിക്കും ഉണ്ടാവുക. 23,260 ശേഷം ആണെങ്കിൽ ഫുൾ ബാക്കിന് ശേഷം മാത്രമായിരിക്കും മാർക്കറ്റിൽ അടുത്തൊരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ക്യാച്ച് ചെയ്യാൻ നോക്കുന്നത് ഒരു പുൾ ബാക്ക് എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമായിരിക്കും. അതിനുശേഷം വരുന്ന മാർക്കറ്റ് ആയിരിക്കും ശരിക്കും നല്ല മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുണ്ടായിരുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെയിലി ക്യാൻഡിലാണെങ്കിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ പൊസിഷൻ ട്രേഡ് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യും, അവരുടെ പൊസിഷൻസ് ഇറക്കി പോകുന്നുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവൽ വരേക്ക് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് ഉണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഈ ഒരു ഏരിയക്കുള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത കാണിക്കും എന്നുള്ളതും ഇത്രയും വലിയൊരു വോളറ്റിലിറ്റി ഇവിടെയും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതുകൊണ്ടും രണ്ട് സൈഡിലും SL അടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുതിയ ട്രേഡുകൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. ഒന്നല്ല എന്ത് ചെയ്യണം, ഈ ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമേ കോൾ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇനി അപ്പം ഈ ഒരു ഹൈ എന്ന് പറയുന്നത് നമ്മൾ ഇനി പ്ലാൻ ചെയ്യുന്നത് ഇതിന് മുകളിലാണ്. ഇന്ന് ഉണ്ടാക്കിയ സ്വിങ് ഏതാണോ അതിൻ്റെ മുകളിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ മേലേക്കുള്ള ട്രേഡുകൾ. താഴേക്കുള്ള ട്രേഡുകൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊരു ലെവലിൻ്റെ താഴേക്ക് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഏരിയ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രേഡുകൾ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു ഏരിയ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഈ ഒരു ഏരിയ നമ്മൾ നോ ട്രേഡിംഗ് സോൺ ആയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ താഴെ അതല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഇതാണ് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നിഫ്റ്റി ബാങ്ക് കൂടെ നോക്കാം. നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും നിഫ്റ്റിയെ പോലെ തന്നെ ഏകദേശം 1.5% ഇടിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെയായിരുന്നു. ഈ ഒരു സോൺ ബ്രേക്ക് ഡൗൺ കിട്ടുന്ന സമയത്ത് ട്രേഡ് പ്ലാൻ ചെയ്യാമെന്നായിരുന്നു. മാർക്കറ്റ് ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, ഒരു ക്യാൻഡിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് 15 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്ത് റിവേഴ്സ് തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, കറക്റ്റ് സപ്പോർട്ടിൻ്റെ അടുത്ത് വന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നമുക്ക് എൻട്രി ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ആർക്കും കിട്ടിയിട്ടില്ല. കാരണം പ്രോപ്പറായിട്ട് അത് സപ്പോർട്ടിൽ ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് കാരണം. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ അവിടെ പോയിട്ട് ഷാർപ്പ് റിവേഴ്സിൽ തരാണ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ് എവിടെയാണോ അവിടെ പോയിട്ടാണ് ഷാർപ്പ് റിവേഴ്സിൽ വന്നത്. അതിനുശേഷം ഒരുപാട് സമയം സൈഡ് വൈസ് ആയിരുന്നു. ഈ ഒരു സോൺ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടും വളരെ സ്ലോവിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബാങ്ക് നിഫ്റ്റി വന്നിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി അടുത്ത ഡെയിലി ക്യാൻഡിലോട് വെച്ച് നോക്കാം. നമുക്ക് ഡെയിലി ക്യാൻഡിലോട് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സ്പീഡിൽ വരേണ്ടത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ഈ ഒരു ലെവൽ വരേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. 49,987 50,000 വരേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് നാളെ ഗ്യാപ്പ് ഡൗൺ ആണോ ഗ്യാപ്പ് അപ്പ് ആണോ അല്ലെങ്കിൽ എങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. കമ്പാരിറ്റീവ്ലി നിഫ്റ്റിയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഡൗൺഫോൾ വരാനുള്ള സാധ്യത ഉണ്ടായത് ബാങ്ക് നിഫ്റ്റി ആയതുകൊണ്ട് അതിൽ ട്രേഡ് കിട്ടുകയാണെങ്കിൽ അതായിരുന്നു കുറച്ചും കൂടെ നല്ലത്. ഇനി ഈ ഒരു ലെവൽ ടച്ച് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലെവലുകൾ ടച്ച് ചെയ്യാം. 50,050 അല്ലെങ്കിൽ 49,664 എന്നുള്ള ലെവലുകൾ എന്ത് ചെയ്യാം, ഡെയിലി ക്യാൻഡിൽ മാർക്കറ്റ് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഡൗൺ സൈഡ് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം.
അതേപോലെ കോൾ സർക്കിളിലെ ട്രേഡുകൾ എന്ത് ചെയ്യേണ്ട, ഇപ്പം നമ്മൾ നിലവിൽ പ്ലാൻ ചെയ്യേണ്ട ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തോട്ടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ലെവലിന് മുകളിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം, കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കണം. അതിനുശേഷം ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ ഈ ഒരു സോൺ ബ്രേക്ക്ഔട്ട് കിട്ടുന്ന സമയത്ത് മാത്രം പിന്നെ നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. നാളെ രാവിലെ തന്നെ ഗ്യാപ്പ് അപ്പ് ആണ്, ഈ സൈഡ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഞാൻ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നതിൽ അടുത്ത ദിവസം അവിടെ ഒരു ഉച്ചവരേക്കെങ്കിലും കൺസോൾട്ടേറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് ശേഷം ബ്രേക്ക്ഔട്ട് ആണെങ്കിൽ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പഴയ സപ്പോർട്ട് സോൺ ആയിട്ടുള്ള 50,500 ബ്രേക്ക് ഡൗൺ ചെയ്ത് വരുന്ന സമയത്ത് 50,049 വരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് നല്ല ട്രേഡുകൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇന്ന് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പാണ് ഏറ്റവും കൂടുതൽ പൊട്ടി വന്നിട്ടുണ്ടായിരുന്നത്. 2.6% ഏറ്റവും നന്നായിട്ട് വന്നിട്ടുള്ളതും എന്താണ്, മിഡ് ക്യാപ്പാണ്. ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുള്ളൂ, ആ ഒരു വോൾട്ടാലിറ്റി ക്രിയേറ്റ് ചെയ്യാതെ താഴേക്ക് മാത്രമാണ് വന്നിട്ടുള്ളത് കാണാം. ഇനി നിഫ്റ്റിയും ഏകദേശം പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സെയിം സിനാരിയോ ഉണ്ട്. പക്ഷെ അത്ര തന്നെ എന്ത് ചെയ്തിട്ടില്ല, ബാങ്ക് നിഫ്റ്റി പോകുന്ന അത്ര തന്നെ നിഫ്റ്റി വന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഓവറോൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ കണ്ടീഷൻസും മാർക്കറ്റിൽ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് നെഗറ്റീവ് സെന്റിമെന്റ്സിൽ ട്രേഡ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് എന്ത് ചെയ്യാം, പുഷ് ചെയ്യാൻ പറ്റും. പോസിറ്റീവായിട്ടുള്ള ട്രേഡുകൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് നാളെ ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ട. ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് ഡൗൺ സൈഡ് വരുന്ന സമയത്ത് മാത്രമേ ട്രേഡുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഗ്യാപ്പ് അപ്പിലാണെങ്കിൽ നാളത്തെ ഒരു ദിവസം ട്രേഡ് മാറി നിൽക്കുക, തിങ്കളാഴ്ചത്തെ ഒരു ദിവസം ട്രേഡിൽ നിന്ന് മാറി നിൽക്കുക. ഇനി ബുധനാഴ്ച ക്രിസ്മസിന്റെ ലീവ് ഉണ്ടായതുകൊണ്ട് ഓൾറെഡി എന്തായിരിക്കും, മാർക്കറ്റിൽ വോൾട്ടാലിറ്റി കൂടാനുള്ള ഒരു കാരണം കൂടെയാണത്. പിന്നെ മാർക്കറ്റ് താഴെ പിന്നെ വരായിക്കോട്ടെ, മേലേക്ക് പോവായിക്കോട്ടെ, മാർക്കറ്റിൽ വോൾട്ടാലിറ്റി കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിന്റെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ അനാലിസിസ് മാത്രമാണ് പറയാറുള്ളത്. നിങ്ങൾ ഗ്ലോബൽ ക്യൂസിനെ നോക്കുക, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും ഗ്ലോബൽ ക്യൂസിന് അനുസരിച്ച് ആയതുകൊണ്ട്, ക്ലോസ് ചെയ്യുന്നതല്ല ഓപ്പൺ ചെയ്യുന്നതും മിക്കവാറും ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാപ്പ് ഡൗണിലോ ഗ്യാപ്പ് അപ്പിലോ ആണ് ഓപ്പൺ ചെയ്യാറുള്ളത്. അതിനൂടെ എന്ത് ചെയ്യാം, ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തു ഷെയർ ചെയ്തോളൂ.